നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. ഫലമറിയാൻ ഇനി 24 ദിവസത്തെ കാത്തിരിപ്പുണ്ട്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിനിടെയുള്ള ഏറ്റവും കനത്ത റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ഇന്നലെ നടന്നത്. 78.27%. ഇത്രയധികം ആളുകൾ പോളിംഗ് രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്കിപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. ഉയർന്ന പോളിംഗ് ശതമാനം തുളയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മുന്നണിയും. വിജയസാധ്യത പരിശോധിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ഞായറാഴ്ച ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് തരമണം, അതുപോലെ കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ എന്നിവർ തത്സമയം ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്ക്. തെക്കൻ കേരളത്തിൽ എന്താണ് നടന്നതെന്നറിയാൻ ഉമേഷ് ചേരുന്നു. ഉമേഷ്, നമുക്ക് എന്താണ് പറയാൻ കഴിയുക? ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എക്സ്കാൻ. ഇപ്പോഴും കണക്കുകൂട്ടലിൽ തന്നെയാണ് മുന്നണികൾ. കൃത്യമായ ഒരു കണക്ക് മുന്നണികൾക്ക് ലഭ്യമായിട്ടില്ല. അതായത് ഈ ട്രെൻഡ് ആർക്ക് അനുകൂലമാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത മുന്നണികൾക്ക് ലഭ്യമായിട്ടില്ല. മുന്നണികളെല്ലാം ഒരു ആശങ്കയിൽ തന്നെയാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഒരു ട്രെൻഡുകൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് പോളിംഗ് ശതമാനം ഉയർന്ന് അത് ഭരണകക്ഷിയായ സർക്കാരിന് അനുകൂലമായ ഒരു തുടർഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇത്തവണയും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കണക്കുകളിൽ ചില പ്രശ്നമുണ്ട്. അതായത് കഴിഞ്ഞ തവണ 2,08,00,000-ലധികം വോട്ട് പെട്ടിയിൽ വീണപ്പോൾ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇപ്പോൾ 2,01,00,000-ഓളം വോട്ട് മാത്രമേ പെട്ടിയിൽ വീണിട്ടുള്ളൂ. അതായത് പോളിംഗ് ശതമാനം ഉയർന്നു, പക്ഷേ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി SIR-നെ തുടർന്ന് ഏകദേശം 20 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാർ പുറത്തായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ അത് 10%, അതായത് കഴിഞ്ഞ ഒരു 85% മുകളിൽ വരെ ഉയരേണ്ടതാണ്. അത്രത്തോളം ഉയർന്നിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ നൽകുന്ന ഒരു കണക്കുകൂട്ടൽ നൽകുന്ന മറുപടി. എന്തായാലും ഈ സാഹചര്യത്തിൽ പൂർണ്ണമായി പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും അത് ആർക്കാണ് അനുകൂലമാണ് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. തെക്കൻ ജില്ലകളിലേക്ക് വന്നാൽ ശക്തമായ മത്സരം നടന്ന എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം 77% മുകളിലെത്തി. അതേസമയം പ്രധാന മത്സരം നടന്ന നേമത്ത് 80% മുകളിലെത്തി, കാട്ടാക്കടയിൽ 80% മുകളിലെത്തി, കഴക്കൂട്ടത്ത് 80%-ഓളം വോട്ടെത്തി. എന്നാൽ കൊല്ലത്തേക്ക് എത്തുകയാണെങ്കിൽ കൊല്ലത്തും സമാനമായി തന്നെ 77% അടുക്കുകയാണ് പോളിംഗ് ശതമാനം. അന്തിമ പോളിംഗ് ശതമാനം വന്നില്ല. 76.4%-ലേക്കാണ് കൊല്ലത്തെ പോളിംഗ് ശതമാനം. അവിടെയും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. ചവറയിലാകട്ടെ, കരുനാഗപ്പള്ളിയിലാകട്ടെ, കുണ്ടറയിലാകട്ടെ എല്ലാം ഒരു 80-നടുത്ത്, അതായത് 77-78%-ലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ടയിൽ പതിവ് പോലെ ഇത്തവണയും പോളിംഗ് ശതമാനം കുറവാണ്. 70-ലേക്ക് കഷ്ടിച്ചെത്തിയിട്ടേ ഉള്ളൂ. അതേസമയം ശക്തമായ മത്സരം നടന്ന ആറന്മുളയിൽ 71% മുകളിലെത്തി, അടൂരിൽ 73% മുകളിലെത്തി. പക്ഷേ ഇനി ഈ ടോട്ടൽ വോട്ടിനൊപ്പം ഏകദേശം 1,10,10,000-ലധികം വരുന്ന പോസ്റ്റൽ വോട്ട് നോക്കേണ്ടതുണ്ട്. അതുകൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം 2,26,000 പേരെ വീട്ടിലെത്തി വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ആ വോട്ടിന്റെ കണക്ക് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ടോട്ടൽ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത്, പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 2,05,00,000-ഓളം വരുമെന്നാണ് കണക്കാക്കുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3,00,000-ഓളം പേർ വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 3,00,000-ഓളം പേരുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും മുന്നണികൾ കണക്കുകൂട്ടലിലാണ്. ശക്തമായ മത്സരം നടന്ന സ്ഥലങ്ങളിലെ ശക്തമായ പോളിംഗും ആശങ്കയിലാണ് ഈ മുന്നണികളെല്ലാം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.